നമുക്ക് ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചിത്രം ഒന്ന് ഒറ്റ നോട്ടത്തിൽ അല്ലെ പെട്ടെന്ന് നോക്കാം എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 2700 വോട്ടിന് മാത്രം വ്യത്യാസമുള്ളൊരു മണ്ഡലമാണ്. 2021 പാറ്റേൺ ഒന്ന് പരിശോധിക്കാം. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19 നടക്കുമ്പോൾ ഈ ചരിത്രത്തിലേക്ക് പോവുകയാണ്. കാരണം എങ്ങനെയൊക്കെയാണ് സാധ്യതകൾ മാറി മറിയാൻ, കുറച്ച് വോട്ടുകൾ ആര് ഇനി കൂടുതൽ പിടിക്കുമെന്നാണ്. ഇത് കഴിഞ്ഞ വർഷം 2021 തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ്. PV അൻവർ ഇടത് സ്വതന്ത്രനായി വമ്പൻ വിജയം നേടിയത്. എങ്ങനെയൊക്കെയാണ് വോട്ട്? 81,227 വോട്ടുകളാണ് അദ്ദേഹം ആകെ നേടിയത്. ഏതാണ്ട് 2700 വോട്ടുകൾ, നേരത്തെ പറഞ്ഞ പോലെ 2700 വോട്ടുകളുടെ മാത്രം ഒരു മാർജിനാണ് അവിടെ സ്വന്തമാക്കാൻ കഴിഞ്ഞത്. 46% വോട്ടുകളാണ് അന്ന് PV അൻവർ സ്വന്തമാക്കാൻ കഴിഞ്ഞത്. തൊട്ടു പിന്നാലെ എത്തിയ UDF സ്ഥാനാർത്ഥി VV പ്രകാശ്, അദ്ദേഹത്തിന് 78,527 വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. 45.34% വോട്ട് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത്. 2700 എന്നത് ആർക്കും എങ്ങോട്ടും മറയ്ക്കാവുന്ന ഒരു വ്യത്യാസമാണ് എന്നോർക്കുക. ഇനി മൂന്നാം സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട്? അഡ്വക്കേറ്റ് TK അശോക് കുമാർ, അദ്ദേഹം 8,595 വോട്ടാണ്. 5% മാത്രം വോട്ടാണ് കിട്ടിയത്. അപ്പോൾ BJPക്ക് സംസ്ഥാനത്ത് 10,000-ൽ താഴെ വോട്ടുകളുള്ള ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് കൂടിയാണ് അത് പരിഗണിക്കപ്പെടുന്നത്.